ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് ഈ തപസ് കാലഘട്ടം. ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കണം. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണടയ്ക്കുക. നീ ആര് തന്നെയാണെങ്കിലും, നിന്റെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും, ഇതാ ഈ തപസ് കാലഘട്ടത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം. ഏതു മേഖലയിലാണ് ത്യാഗമെടുക്കേണ്ടതെന്ന് ഓരോ വ്യക്തിയും ചിന്തിക്കുക. മോശ കൈകൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചു എന്നതിൻ്റെ അർത്ഥം ത്യാഗമെടുത്തു പ്രാർത്ഥിച്ചു, ശരീരത്തിൽ ത്യാഗമെടുത്തു പ്രാർത്ഥിച്ചു എന്നാണ്. ഇവിടെ നിൽക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കണം, എനിക്കും ഇതുപോലെ എൻ്റെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഈ തപസ് കാലഘട്ടത്തിൻ്റെ ദിനങ്ങളിൽ ഈ ശരീരത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു തീരുമാനം എടുക്കുക. ദൈവത്തെ ആരാധിക്കാനുള്ള തീരുമാനം. സാധിക്കുന്നിടത്തോളം ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. ഒരുപക്ഷെ നീ ചിന്തിക്കും, എനിക്ക് ഇത്രയും ദിവസം പറ്റിയില്ലല്ലോ. സാരമില്ല, നീ ഇപ്പോൾ മുതൽ ചിന്തിക്കുക, ഞാൻ എല്ലാ ദിവസവും. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ സമയക്രമീകരണങ്ങളിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. നീ നിന്റെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പരിശുദ്ധ കുർബാനയ്ക്കാണ്. ബാക്കിയുള്ളതെല്ലാം അതിനു ശേഷം. ഈ നാളുകളിൽ നീ ഒരു ത്യാഗപ്രവൃത്തി പോലെ ഏറ്റെടുക്കണം. ഒരുപക്ഷെ ജോലി സമയത്തിൻ്റെ പ്രത്യേകതകളുണ്ടാവും. അങ്ങനെയെങ്കിൽ മനസ്സിൽ കണക്കാക്കണം, വേറെ എവിടെയെങ്കിലുമൊക്കെ യാത്രാ മധ്യത്തിൽ എനിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഒരു ദിവസത്തിൻ്റെ പല സമയങ്ങളായി നമ്മുടെ ദേശത്തിന് ചുറ്റും പല ക്രമീകരണങ്ങളിൽ പരിശുദ്ധ കുർബാനകളുണ്ട്, നിത്യാരാധന ചാപ്പലുകളുണ്ട്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിത്യാരാധനയിൽ പങ്കെടുക്കാൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കുന്നു. ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള തീരുമാനം. മോശ ചെയ്ത പ്രവൃത്തി അതാണ്. ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസം അടുത്തായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും ഒരല്പസമയം ദൈവ സാന്നിധ്യ സ്മരണ. അത് വീട്ടിലാണെങ്കിലും പറ്റുമെങ്കിൽ വീടിനൊക്കെ അടുത്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യാരാധന ചാപ്പലുകളുണ്ടെങ്കിൽ ഒരല്പം ത്യാഗമെടുത്ത് എല്ലാ ദിവസവും ഒരല്പസമയം പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. കർത്താവെ, ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. ദാനിയേൽ എന്ന് പറയുന്ന ദൈവം തെരഞ്ഞെടുത്ത പ്രിയപ്പെട്ടവൻ എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയോ? രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവിനിഷ്ടപ്പെട്ട പല കാര്യങ്ങളും വേണ്ടാന്ന് വെച്ചു. അത് ഭക്ഷണ കാര്യങ്ങളിലാണ്. ചില നിയന്ത്രണം നമുക്കും നല്ലതല്ലേ. പട്ടിണി കിടന്ന് മരിക്കണമെന്നല്ല, മറിച്ച് ചില കാര്യങ്ങൾ ഒരു നിയന്ത്രണം നമുക്ക് നല്ലതല്ലേ. ഓരോ വ്യക്തിയും ചിന്തിക്കുക, എനിക്ക് ഏതൊക്കെ തരത്തിൽ ഈ നാളുകളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുഴുകാൻ പറ്റും. ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി സുഗന്ധ രൂപങ്ങൾ അത് മുഴുവൻ ശരീരത്തിൽ പതിപ്പിച്ചില്ല, മറിച്ച് ഒരു ത്യാഗമെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തോടുള്ള അടുപ്പം അത് വേണ്ടാന്ന് വെച്ചു. ഡിറ്റാച്ച്മെന്റ് ടു ദ വേൾഡ്. ഈ ലോകത്തോട് പല കാര്യങ്ങളിലും മമത നല്ലതല്ലല്ലോ. ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളിൽ പലരും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ സോഷ്യൽ മീഡിയയ്ക്ക് അടിമയായിരിക്കും. മണിക്കൂറുകൾ റീൽസ് കണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും തുടങ്ങിയിട്ടുള്ള യൂട്യൂബിൻ്റെയൊക്കെ അനദ്യമായിട്ടുള്ള സാധ്യതകളുടെ മുമ്പിൽ അനാവശ്യമായ കാര്യങ്ങൾ കണ്ട് സമയം കളയുന്ന വ്യക്തിയാണോ? എന്നാൽ നീ ഈ നാളുകളിൽ സ്വയം ഒന്ന് ചുരുങ്ങണം. ദൈവവചനം പഠിക്കാൻ യൂട്യൂബ് കാണേണ്ടെന്നല്ല, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കേണ്ടെന്നല്ല, മറിച്ച് ദൈവവചനം പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവകാര്യങ്ങളോടുള്ള ബന്ധത്തിന് വേണ്ടി നീ നിന്നെ തന്നെ ഒന്ന് ചുരുക്കുക. ദൈവകാര്യങ്ങൾ, വചനം പഠിക്കാൻ, വചന ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് കർത്താവ് ഈ സോഷ്യൽ മീഡിയ ഞാൻ ഉപയോഗിക്കും. ലോകത്തിൻ്റെ പല കാര്യങ്ങളോടും ഞാൻ നോ പറയും. ആത്മനിയന്ത്രണം, ഞാൻ നോ പറയും. വിശ്വസിക്കണം. ലോകം വെച്ച് നീട്ടുന്ന പല സുഖ സൗകര്യങ്ങളും വേണ്ടെന്ന് വെക്കാനുള്ള തീരുമാനം. യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ് തൻ്റെ രാജ്യത്തിന് നേരെ പലരും ഇങ്ങനെ യുദ്ധതന്ത്രങ്ങളുമായിട്ട് വന്നപ്പോൾ അവരോട് യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്
യഹോഷാഫാത്ത് എന്ന് പറയുന്ന രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ അഭയം പ്രാപിക്കും. ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ഓരോ വ്യക്തിയും ചിന്തിക്കുക, നിന്റെ കുടുംബത്തെ ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടോ? നിന്റെ വ്യക്തിബന്ധങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ഏതെങ്കിലും വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ആശയങ്ങളോ ഭാരപ്പെടുത്തുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങളുടെ മകൾക്കൊരു തെറ്റായ ബന്ധം, മകനൊരു തെറ്റായ ബന്ധം, അതൊരു പൈശാചിക പീഡയായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് കുടുംബത്തിന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ ചില വ്യക്തികളിൽ ഒരു പൈശാചിക പീഡ പോലെ, മദ്യപാനത്തിൻ്റെ ആസക്തി, മയക്കുമരുന്നിൻ്റെ ആസക്തി, ഒരുപക്ഷെ മടി, അലസത, ഉത്തരവാദിത്തമില്ലായ്മ, ജഡിക പാപങ്ങളോടുള്ള അമിതമായ അടുപ്പം, ആ തിന്മകളിൽ മുഴുകിക്കിടക്കുക, അലസമായിട്ടിരിക്കുക. ഒരുപക്ഷെ നമ്മൾക്കോ നമ്മുടെ കുടുംബത്തിന് ആർക്കെങ്കിലും വെറുപ്പുള്ളിൽ വെച്ചുകൊണ്ട് ഇന്നലകളിലുണ്ടായ സംഭവങ്ങൾ മുഴുകിക്കിടക്കുന്ന അവസ്ഥയുണ്ടോ? പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോഷാഫാത്ത് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ ആക്രമിക്കുന്ന സകല തിന്മയുടെ കെട്ടുകളും അഴിയണം. വിശ്വസിക്കണം. ആഗ്രഹിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ ദൈവമേ, ഈ തപസ് കാലഘട്ടത്തിൽ ശരീരം കൊണ്ട് അങ്ങ് ആരാധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഒരു നിയന്ത്രണം വരുത്താൻ ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ ആത്മീയ മേഖലകൾ ഞാൻ വളരെ ശ്രദ്ധിക്കുമെന്ന് തീരുമാനിക്കുന്നു. നിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നീ എടുക്കുന്ന തീരുമാനം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരുക്കുന്നൊരു സമയമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നീ ഈ നാളുകളിൽ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനമാണ് ദൈവത്തെ വിളിക്കാൻ, ദൈവ തിരുമുമ്പിൽ മുട്ടുകുത്താൻ, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ, യേശുവേ എന്ന് വിളിക്കാൻ, പരിശുദ്ധാത്മാവെ എന്ന് വിളിക്കാനുള്ള തീരുമാനം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് നിനക്ക് എത്രത്തോളം സ്വരമുയർത്തി സ്തുതിക്കാൻ പറ്റുമോ അത്രത്തോളം സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ, തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിച്ചേ. ഓ ദൈവമേ, ഓ ദൈവമേ, എൻ്റെ കുടുംബത്തില്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ, ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി, ഈശോയേ. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ പോരാ. യെസ്, ഓരോ വ്യക്തിയും ആരാധിക്കുക. ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. കൈയടിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുകയാണ്. നീ നിൽക്കുന്ന സ്ഥലത്ത് ആരാധിക്കുകയാണ്. നീ വിശ്വസിച്ച് കൈയടിച്ചേ. യെസ്, ദാനിയേലു സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോല ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങളങ്ങ് എങ്ങനെ ദാനിയേൽ ആരാധിച്ച പോലെ ആരാധിച്ചപ്പോൾ, 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 കരങ്ങൾ ഉയർത്തി കൈകളടിച്ച് ചാടിത്തുള്ളി ആമേൻ, ആമേൻ. യേശുവേ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആമേൻ. ആത്മാവിശക്തിയോട് ആരാധിക്കാൻ പാടിയേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. യേശുവേ, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിന്റെ ശക്തിയോടെ ശക്തിയോട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ഒരൊറ്റ വിളി വിളിച്ച് ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. അഭിഷേകം, മൈറ്റി പവർ. കൈയടിച്ചേ. ഓ കർത്താവേ, ഈ കാലഘട്ടം ആരാധിക്കാനുള്ള കാലഘട്ടമാണെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. യെസ്, എന്നിലത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആദ്യ സഭവാണിൻ മുന്നിൽ ധീരതയോടെ
ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആദ്യ സഭ ആരാധിച്ച പോലെ ആദ്യ സഭകളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി കരങ്ങൾ ഉയർത്തി ചാടി തൊള്ളേ ആരാധിക്കാം നമുക്ക് ആരാധിക്കാം കൈകളടിച്ച് കൈയടിച്ച് മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം ആമേൻ ആമേൻ ആരാധിക്കാം നമുക്ക് ആരാധിക്കാം യേശുവേ ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം ചേർന്ന് പാടി ആരാധിക്കാം ആമേൻ. നമുക്ക് ആരാധിക്കാം യേശുവേ മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം പാടി പാടി ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം 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 നമുക്ക് ആരാധിക്കാം യേശുവേ. മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം യേശുവേ. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം ആമേൻ. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം യേശുവേ. മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം യേശുവേ. ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ എന്ന് വിളിച്ച് കർത്താവിന്റെ പുതിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ മുകളിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടട്ടെ. കാലാകാലങ്ങളായി ഞങ്ങളെ പീഡിപ്പിക്കുന്ന സകല തിന്മയുടെ കെട്ടുകൾ കർത്താവ് അഴിക്കണം. രോഗപീഠകളെ കർത്താവിൽ നിർവീര്യമാക്കണം. ഞങ്ങളുടെ ജീവിതങ്ങളിൽ വിശുദ്ധി നൽകണമേ, സംരക്ഷണം നൽകണമേ. കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അനേകരിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, കർത്താവ് കാലാകാലങ്ങളായിട്ടുള്ള കുടുംബത്തിന്റെ കെട്ടുകൾ അഴിക്കുന്ന സമയം, കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് നൽകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. അതാണ് അടയാളം. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട. ഈ കാലഘട്ടത്തിൽ കർത്താവ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു ദൃശ്യം കാണിച്ചു തരികയാണ്. ചില ആളുകളുണ്ടല്ലോ, തീക്കനലിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ജീവിത അവസ്ഥയാണ്. ചിലർ പറയത്തില്ലേ, അയ്യോച്ചാ വല്ലാത്ത സഹനമാണ്, തീക്കനലിന്റെ മുകളിലാണ് ചവിട്ടി നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒക്കെ അപ്രകാരം ഒരു സാഹചര്യത്തിലാണെങ്കിൽ തീക്കനലിന്റെ മുകളിലാണ് ചവിട്ടി നിൽക്കുന്നത്. കർത്താവെ, പൊള്ളുക, കാല് കടന്ന് പൊള്ളുക, അത്രമേൽ വലിയൊരു ഭാരമുണ്ട് കർത്താവേ. എങ്കിൽ നീ വിശ്വസിച്ചോണം, നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ടല്ലോ അത്ഭുതകരമായിട്ടുള്ള ഉത്തരവുണ്ട്. ഈ തീയുടെ മുകളിൽ ചവിട്ടി നിൽക്കുന്നവർ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണക്കാർ പ്രാർത്ഥിക്കുന്നത് പോലല്ല, മറിച്ച് അത്രമേൽ ത്യാഗമെടുത്താ പ്രാർത്ഥിക്കുന്നത്. അതിന് വലിയൊരു അഭിഷേകം ഉണ്ടെന്ന്. ആ കാര്യങ്ങൾ കർത്താവ് പെട്ടെന്ന് നിറവേറ്റി തരും. വിശ്വസിച്ചേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ചേ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ അത്ഭുതകരമായ കൃപ ശിരസ് മുതൽ ഉള്ളംകാല് വരെ വെളിപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചൊന്ന് ശിരസ് നമിച്ചു നിന്നോ. ഈ സമയത്ത് ഇവിടെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അത്ഭുതകരമായ ദൈവശക്തിയാണ് വെളിപ്പെടുന്നത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്നും നിന്റെ കൂടെ ദൈവമുണ്ടെന്നും നിന്റെ ജീവിതത്തിൽ നീ തളരാൻ ദൈവം അനുവദിക്കില്ലെന്നും ഈ ശുശ്രൂഷ മധ്യേ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവെ, ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൈശാചിക ശക്തി പീഡിപ്പിക്കുന്നെങ്കിൽ, ആത്മീയ മേഖലയിൽ വളരാൻ പറ്റാത്ത വണ്ണം ഞങ്ങളെ പുറകോട്ട് വലിക്കുന്നെങ്കിൽ, ഞങ്ങളെ മരവിപ്പിലേക്ക് നയിക്കുന്ന ചില സംഭവങ്ങളോ വ്യക്തികളോ പ്രസ്ഥാനങ്ങളോ ഉണ്ടെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തെ കെട്ടിയിട്ടിരിക്കുന്ന ഏതെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ കെട്ടഴിക്കണമേ, ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേക അധികാരത്താൽ ഈ പോട്ടാശ്രമത്തിലെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെയും നാമത്തിൽ ഈ ശുശ്രൂഷ അഭിഷേക അധികാരം ഉപയോഗിച്ച് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നോളം ഇവിടെ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാൽ, ഇവിടെ നിന്ന് പ്രഘോഷിക്കപ്പെട്ടിട്ടുള്ള സകല വചനത്തിന്റെ അഭിഷേക ശക്തിയാൽ, ഇവിടെ നിന്ന് ആലപിക്കപ്പെട്ടിട്ടുള്ള സകല ഗാനങ്ങളുടെ അഭിഷേക ശക്തിയാൽ ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേലിന്റെ പ്രവചനത്തിൽ വിളക്കപ്പെട്ട ശക്തമായിട്ടുള്ള
ഇത് അശുദ്ധ ജലത്തിന്റെ അഭിഷേകം ഈ ദൈവജനത്തിന്റെ മേൽ തളിക്കപ്പെടുമ്പോൾ കാലാകാലങ്ങളായിട്ടുള്ള സകല തിന്മയുടെ കെട്ടുകളും പാരമ്പര്യ പീഡകളും കുടുംബ ജീവിതത്തിന്റെ അസ്വസ്ഥതകളും പൈശാചിക ശക്തികളും യേശുവേ ലൂക്ക 10:19 വചനത്തിന്റെ ശക്തിയാൽ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ലെന്നുള്ള വചനത്തിന്റെ ശക്തിയാൽ ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് ഓരോ വ്യക്തിയിലും അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ശുശ്രൂഷ സമയത്ത് ഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾ 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവിടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. ബന്ധിതരെ അവിടുന്നു മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൽ സ്വരം മുഴങ്ങി. ബന്ധിതരെ അവിടുന്നു മോചിപ്പിച്ചു, അന്ധരുടെ കണ്ണുകൾ തുറപ്പിച്ചല്ലോ. അടിമകൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായി പുതുവത്സരത്തിൻ സ്വരം മുഴങ്ങി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവിടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. പാപവും രോഗവും അശുദ്ധിയെല്ലാം ദൈവത്തിന്റെ ആത്മാവെടുത്തു മാറ്റി. നിരാശയും തകർച്ചയും കുറ്റബോധവും ചാബല്യവും അവിടുന്നു നീക്കിയല്ലോ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ. അഗ്നിയായി അഗ്നിയായി ഇറങ്ങണമേ, ശക്തിയായി ശക്തിയായി വെളിപ്പെടണേ. 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 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ നമ്മൾ വിളിച്ചു. ഈശോയേ. ഓ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, പുതിയ ശക്തി കർത്താവേ സംഭവിക്കപ്പെടട്ടെ. എല്ലാവരും മുട്ടുകുത്തിക്ക്. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് മുട്ടുകുത്തിക്കോ. കരങ്ങൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവേ, ഈ ആശീർവാദം ഈ കാലഘട്ടത്തിന്റെ മേലുള്ള ആശീർവാദമാണ്. എൻ്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന തിന്മകളുടെ മുകളിൽ കർത്താവ് നൽകുന്ന സംരക്ഷണത്തിന്റെ ആശീർവാദമാണ്. ഞങ്ങളുടെ മക്കളെ പിടികൂടിയിരിക്കുന്ന തിന്മയുടെ മുകളിൽ, ദുശീലങ്ങളുടെ മുകളിൽ, അനുസരണക്കേടിന്റെ മുകളിൽ, പാരമ്പര്യ രോഗപീഠകളുടെ മുകളിൽ കർത്താവ് നൽകുന്ന സംരക്ഷണത്തിന്റെ ആശീർവാദമാണ്. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് സ്വീകരിക്കാം.
ആരാധന 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 ആരാധന